പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഇന്നത്തെ സന്ദേശം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 33-ാമത്തെ തിരുവചനമാണല്ലോ ഇന്ന് എല്ലാവർക്കും ലഭിച്ചത്. അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്: ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആർ കുറ്റം ആരോപിക്കും? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആർ കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ശിക്ഷാവിധി നടത്തുക ദൈവമാണ്. അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആർ കുറ്റം ആരോപിക്കും എന്ന് പറയുമ്പോൾ ആരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്? ആമോസ് പ്രവാചകനിൽ കൂടി പറയുകയാണ്. ആമോസ് പ്രവാചകനിൽ കൂടി പറയുന്നു. ഇവിടെ 3-ാം അധ്യായത്തില് 2-ാമത്തെ തിരുവചനം പറയുകയാണ്: ഭൂമിയിലുള്ള സകല ജനതകളിൽ നിന്നും വെച്ച് നിങ്ങളെ മാത്രമാണ്. അതായത് 1-ാമത്തെ വചനം പറയുന്നുണ്ട്: ഇസ്രായേൽ ജനമേ, യാക്കോബിന്റെ സന്തതികളെ, അബ്രാഹത്തിന്റെ സന്തതികളെ, ഇസ്ഹാക്കിന്റെ സന്തതികളെ. ഇസ്രായേൽ ജനമേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനും എതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. എന്തുകൊണ്ടാണ്? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആരും കുറ്റം ആരോപിച്ചാലും ഏൽക്കില്ല. ലോകം മുഴുവനും ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതികൾക്കെതിരായിട്ട് തിരിഞ്ഞാലും, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ വന്നാലും ഞാൻ ഭയം അറിയുകയില്ല എന്ന് സങ്കീർത്തനം വിളിച്ചു പറയുന്നതനുസരിച്ച് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുക: സഹോദര സഹോദരി, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നിനക്കൊന്ന് ബോധ്യമുണ്ടോ? നീ ആരാണ്? നീ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് എങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് എന്താണെന്ന് നിനക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നീ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. എന്താണത്? 1 കൊരിന്ത്യർ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. 7-ാം അധ്യായം 17-ാമത്തെ വചനം. 7-ാം അധ്യായം 17-ാമത്തെ വചനം പറയുകയാണ്: ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. കണ്ടോ? വ്യക്തമായിട്ട് പറയുക, ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്, എല്ലാ വ്യക്തികളോടും. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു കുടുംബജീവിതം നയിക്കുവാൻ, മക്കളെ ജനിപ്പിക്കുവാൻ. നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് രണ്ടും നമുക്കൊന്നും. സന്താനപുഷ്ടി ഉണ്ടാകട്ടെ. കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ദൈവം അനുഗ്രഹിച്ചത് നമ്മളെയാണ്. ഇസ്രായേൽ മക്കൾ എന്ന യാക്കോബിന്റെ സന്തതിയുടെ ഇടയിലാണിത്, അബ്രഹാത്തിന്റെ സന്തതിയുടെ ഇടയിലാണ് ഇത് ഉണ്ടാകേണ്ടത്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. കാര്യം ദൈവം നൽകിയിരിക്കുന്ന മക്കളെ പോലും സ്വീകരിച്ചുകൊണ്ട് അവരെ വളർത്തുവാനോ അവരെ പരിപാലിക്കുവാനോ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്രസവിക്കാൻ വയ്യ, എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എന്ന് നീ പറയുമ്പോൾ നിന്റെ യൂട്രസ് മുറിച്ചു കളഞ്ഞു കാണും, ഇല്ലെങ്കിൽ നീ ഗർഭപാത്രം അടച്ചു വെച്ച് കാണും. അന്ന് തുടങ്ങി നിന്റെ കഷ്ടകാലം. കാര്യം ദൈവം പറഞ്ഞു, വിവാഹം എന്ന കുദാശയിൽ കൂടി മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല. അവന് പറ്റിയ ഇണയെ കൊടുത്തുകൊണ്ട്, അവന് ആരോഗ്യം കൊടുത്തുകൊണ്ട്, അവന് സമ്പത്ത് കൊടുത്ത്, അവന് ജോലി കൊടുത്ത്, എല്ലാം കൊടുത്തു. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെയും ദൈവം നിനക്ക് മക്കളെ തരുമ്പോൾ ദൈവം അവയെ പോറ്റുവാനുള്ള വഴിയും ദൈവം കാണിച്ചു തന്നേനെ. പക്ഷേ എനിക്കതിന് കഴിയില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നീ ആ വാതിൽ അടച്ചു കളഞ്ഞു. കാര്യം നീ അല്ല മക്കളെ നോക്കുന്നത്, നിന്റെ അല്ല മക്കളെ, ദൈവത്തിന്റെ ദാനമാണ്. ഉദരബലം ദൈവത്തിന്റെ സമ്മാനമാണ്. വേണ്ട എന്ന് പറഞ്ഞ് നീ അടച്ചു കളഞ്ഞെങ്കിൽ നിനക്ക് ഉള്ള മക്കളെ പോലും നിനക്ക് പോറ്റാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞങ്ങൾ രണ്ടും ഞങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞ് പോറ്റാൻ പറ്റുന്നില്ല. ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് എന്തിനാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇതാ ദൈവ മക്കൾ ഉണ്ടാകട്ടെ എന്ന്. പക്ഷേ
ഇന്ന് ദൈവമക്കൾ ചുരുങ്ങി ചുരുങ്ങി വരിക. ഉള്ളവരോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ഉള്ളവരോ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നില്ല, ഉള്ളവരോ പരസ്പരം സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നരകീയ ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ദൈവം എവിടെയെന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിന്റെ യാചനകളും പ്രാർത്ഥനകളും ദൈവം കേൾക്കാത്ത ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ വിളി നിന്റെ കുടുംബ ജീവിതമാണോ, സന്യസ്ത ജീവിതമാണോ, വചനം പ്രഘോഷിക്കാനാണോ? എന്തിനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്? ആ വിളി അനുസരിച്ച് ജീവിക്കണം. അതിന് നിയോഗമുണ്ട്. ഇപ്പോൾ ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചെങ്കിൽ കുടുംബജീവിതം ആണെങ്കിൽ എന്നാ നിയോഗം, നീ ദൈവത്തിന്റെ ദാസനായിട്ട് ദൈവവചനം പ്രഘോഷിക്കുക ലോകത്തിന്റെ നാനാഭാഗത്തും എന്ന് പറഞ്ഞു. എന്റെ വിളിയും ഞാൻ കേട്ടു, അതനുസരിച്ച് ജീവിച്ചു. എന്റെ നിയോഗം ലോകം പാടും പോയി സുവിശേഷം അറിയിക്കാൻ. അപ്പം എന്നെ വിളിയും കുടുംബജീവിതം, എന്റെ വിളി, ആ നിയോഗം എനിക്ക് തന്നത് സുവിശേഷം അറിയിക്കാൻ. അതുപോലെ തന്നെ നിന്റെ വിളിയും ജീവിതവും എന്താണ്? സന്താനപുഷ്ടിയുണ്ടായി പെരുകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളവർ പോലും ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ നാം ആഴത്തിലേക്ക് അത് ചിന്തിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ വിളിയും നിയോഗവും എന്താണ്? അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നദി പോലെ നമ്മളിലേക്ക് ഒഴുകുന്നത്, നമ്മുടെ ഭവനത്തിലേക്ക്. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും എങ്ങനെയായിരിക്കും എന്ന് 128-ാം സങ്കീർത്തനം പറയുന്നുണ്ട്. 128-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ഇങ്ങനെ ദൈവത്തിന്റെ ഭക്തർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ മക്കളുടെ മക്കളും എല്ലാം മേശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈകൾ പോലെ എന്ന്, ഒലിവ് തൈകൾ പോലെയാകുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മേശയ്ക്ക് ചുറ്റിനും ആരുമില്ല. ഒരു വയസ്സ് എന്നവനും ഒരു വയസ്സ് എന്ന കിളവിയും ഒരു കിളവനും അല്ലാതെ മേശയ്ക്ക് ചുറ്റിനും ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥയായി ഉള്ളവരോ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. നമ്മോടൊപ്പം ചേരുവാൻ ആളില്ല. ആ മേശയ്ക്ക് ചുറ്റിനും മക്കളും മക്കളുടെ മക്കളും ഒലിവ് തൈകൾ പോലെ ആയിരിക്കട്ടെ എന്ന്. എവിടെ? മക്കളില്ലല്ലോ, മക്കളുടെ മക്കളും ഇല്ല. വിരലിൽ എണ്ണാൻ പോലും ഇല്ല. മക്കളും മക്കളുടെ മക്കളും അതിന്റെ മക്കളെ കൂടെ എണ്ണിയാൽ പോലും ഈ വിരലിൽ എണ്ണാൻ പറ്റുന്ന അംഗങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് അനുമതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതും ക്രൈസ്തവരുടെ ഇടയിൽ. ബാക്കിയല്ല, ക്രൈസ്തവരുടെ ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, വിളി അനുസരിച്ച് ജീവിക്കണം. നിയോഗം ദൈവം തന്നിരിക്കുന്ന ആ നിയോഗം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 18-ാമത്തെ വചനം, ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കണ്ട. നിന്നെ ദൈവം വിളിച്ചപ്പോൾ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ തന്നെ തുടരാം. ഏതവസ്ഥ, പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആയിരിക്കണം. ഇപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സമയമില്ല, യേശുവോട് ചേർന്നിരിക്കാൻ നമുക്ക് സമയമില്ല. ഇവിടെ പറയാണ്, അതിന്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യാൻ പോകണ്ട. പരിച്ഛേദനം അഭിച്ഛേദനം എന്ന് നോക്കണ്ട. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം എന്ന് 19-ാമത്തെ വചനം പറയുന്നു. അതിന്റെ 20-ാമത്തെ വചനം പറയുന്നു, വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ, നീ വിളിക്കപ്പെട്ടപ്പോൾ ഏതവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നോ? സാരമില്ല. നീ പാപിയായിരുന്നോ? നീ മദ്യപാനിയായിരുന്നോ? സാരമില്ല. അതിൽ നിന്ന് സ്വതന്ത്രമാകാൻ സാധ്യതയുണ്ടപ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. അപ്പോഴാണ് മദ്യപാനം ഉപേക്ഷിച്ചു. മദ്യത്തിന് അടിമയായിരുന്ന വ്യക്തി മദ്യപാനം ഉപേക്ഷിച്ചു. രോഗത്തിന് അടിമയായിരുന്ന വ്യക്തി രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി. കാര്യം ദൈവത്തിന്റെ വിളി. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ ദൈവം സുഖപ്പെടുത്തും, നിന്റെ കഷ്ടതകൾ ദൈവം മാറ്റിത്തരും, നിന്റെ ദാമ്പത്യ ഞെരുക്കങ്ങൾ ദൈവം മാറ്റിത്തരും. കാര്യം ദൈവം തരുന്ന സമ്പത്തിലെ ദുഃഖം കലർത്തകത്തില്ല എന്ന് സുഭാഷിതം 10:22 പറയുന്നുണ്ട്. ദൈവം തന്നേക്കുന്ന സമ്പത്ത് അനുഗ്രഹിക്കപ്പെട്ടതാണ്, അതിൽ ദുഃഖം കലർത്തത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധി ദൈവം വിളിച്ചപ്പോൾ നീ ഏതവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിൽ തന്നെ ദൈവസന്നിധി വരുമ്പോൾ നിനക്ക് മാറ്റപ്പെടേണ്ട മേഖലകളെ മാറ്റാൻ പറ്റുന്ന വിധത്തിലേക്ക് മാറ്റുക. നീ ദൈവം വിളിച്ചപ്പോൾ നീ എന്തിനടിമയായിരുന്നു? അതാണ് അടുത്ത വചനം പറയുന്നു, എന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രരാക്കപ്പെട്ടു. മദ്യത്തിന് അടിമയായിരുന്നോ? ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അതിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടു. അതുകൊണ്ട് നീ ക്രിസ്തുവിന് അടിമയായി ജീവിക്കണം.
നീ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ വസ്തുവകളെ വിസ്തീർണം കൂട്ടാൻ പറയും. നിന്റെ കലവറകൾക്ക് വിസ്തീർണം കൂട്ടാൻ പറയും. കാര്യം നിന്റെ മക്കൾ പെരുകും തോറും നിനക്ക് വിസ്തീർണം കൂടി വരും. കർത്താവ് എല്ലാ ദേശത്തേക്കും നിന്റെ മക്കളെ അയക്കും. എല്ലാ ദേശത്തും തേനും പാലും ഒഴുകുന്ന സ്ഥലത്തേക്ക് അവരെ അയക്കും. അങ്ങനെ നീയും നിന്റെ കുടുംബവും ഒന്നിനും കുറവരാത്ത ആ മേശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈകൾ പോലെ നിന്റെ മക്കളും മക്കളുടെ മക്കളെയും കാണുവാനുള്ള ഭാഗ്യം വരെ ദൈവം നിനക്ക് തരും. പക്ഷെ ആ ഭാഗ്യം നമ്മൾ മാറ്റിക്കളയുക. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ഇന്നത്തെ ജീവിതം. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പറയാണ്, 23-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. ഇന്ന് പലരും പല മനുഷ്യർക്കും അടിമകളാകുകയാണ്. പലരെയും നമ്മൾ അടിമപ്പെടുത്തുകയാണ്. ഭർത്താവ് ഭാര്യയെ അടിമകളാക്കി ജീവിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ അടിമകളാക്കുന്നു. മക്കള് മാതാപിതാക്കളെ അടിമകളാക്കുന്നു. ഇന്ന് ആരാണ് ജോലി ചെയ്തു വരുന്നത്? അവർക്ക് അടിമയാണ് ഇന്ന് മാതാപിതാക്കൾ. നിങ്ങൾ ഒരു മനുഷ്യനും അടിമയാകരുത്. കാരണം നീ അടിമപ്പെടേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാണ്. നീ ദൈവത്തിന് അടിമയാകണം, ക്രിസ്തുവിന് അടിമയാകണം. എന്ന് പറഞ്ഞാൽ എന്റെ യജമാനൻ ക്രിസ്തുവാണ്, എന്റെ രക്ഷകൻ ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും അടിമ വെക്കാൻ പാടില്ല. ഒരു പാപത്തിനും അടിമയാകരുത്. അതുകൊണ്ട് ഗലാത്യ 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം 1-2 വചനം പറഞ്ഞു, ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവേൻ. ഒരൊറ്റ കുഞ്ഞിന് സ്ഥിരതയില്ല. ധ്യാനത്തിന് കയറാൻ പറഞ്ഞാൽ കയറത്തില്ല. ധ്യാനം കൂടി പോയി കഴിഞ്ഞ് കയറുന്ന പറഞ്ഞാൽ കയറത്തില്ല. പിന്നെ എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുന്നത്? നാം താൻ തോന്നികളായിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. ധ്യാനം കൂടിയെന്നും പറഞ്ഞ് ദൈവം കൊട്ടയ്ക്കകത്ത് ഇറക്കി തരുത്തൊന്നുമില്ല. ധ്യാനം കൂടിക്കഴിഞ്ഞ് ധ്യാന ഗുരുക്കന്മാര് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ദൈവികമാണ്. അതനുസരിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്. അല്ല, ധ്യാനം കൂടിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടണമെന്നൊന്നുമില്ല. മാറ്റപ്പെടുന്നത് എപ്പോഴാണെന്നറിയാം. നിന്നോട് പറഞ്ഞയക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ എന്റെ പിന്നാലെ ദൈവം വരുന്നുണ്ട്. ഇത് ധ്യാനഗുരുക്കന്മാരോ ധ്യാനിപ്പിക്കുന്നവരോ കാണുന്നില്ല നീ പോയി കഴിയുമ്പോൾ. പക്ഷെ നിന്റെ കൂടെ ദൈവം തമ്പുരാൻ വരുന്നുണ്ട്. നിന്റെ കൂടെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കടബാധ്യതകളില്, നിന്റെ രോഗത്തില്, നിന്റെ കുടുംബജീവിതത്തില്, നിന്റെ ഇന്റർവ്യൂവിന് എല്ലാം ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. പക്ഷെ നമുക്ക് ഭയം വരുന്നതിന്റെ കാരണം അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എല്ലാവരോടും പറയും സൂമി കയറണമെന്ന്, എല്ലാവരോടും പറയും അടുത്ത ധ്യാനത്തിന് 2 പേരെങ്കിലും പറഞ്ഞു വിടണമെന്ന്, എല്ലാവരോടും പറയും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന്. ഈ വകകളൊന്നും ചെയ്യത്തില്ല. ഇന്ന് ഒരാളെ എഴുതി വിട്ടേക്കുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തലകറക്കം ഉണ്ടാകുന്നു, എനിക്ക് ശരീരം തീർന്ന് ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ടോ, ഭൗതിക സുഖങ്ങളെ ലഭിക്കുന്നില്ലെന്ന്. കുറച്ച് ത്യാഗം സഹിക്കണം, കുറച്ച് സഹനങ്ങൾ ഏറ്റെടുക്കണം. അത് കഴിയുമ്പോൾ നിനക്കത് പ്രാക്ടീസ് ആകും. പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിനക്കത് ഈസി ആകും. അതുകൊണ്ടാണ് റോമ 8:18 പറഞ്ഞത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തൊഴിലും ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ നിസ്സാരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കണ്ടേ. അത് 12 വരെ പറയുന്നുണ്ട്. അടുത്ത വചനം പറയുന്നു, അതുകൊണ്ട് ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടതായതുകൊണ്ട് നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാതെ ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം നദി പോലെ നമ്മളിലേക്ക് ഒഴുകും. അടുത്ത 12-ാമത്തെ വചനം പറയുകയാണ്, 24-ാമത്തെ വചനം പറയുകയാണ്, അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ, അവിടെ എടുത്ത് പറയുക, പോയിന്റ് ചെയ്ത്, ആ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവേൻ. നീ കടബാധ്യതയിലാണോ നിന്നെ വിളിക്കപ്പെട്ടത്? നീ മദ്യപാനി ആയിരുന്നപ്പോഴാണോ വിളിക്കപ്പെട്ടത്? നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴാണോ വിളിക്കപ്പെട്ടത്? നിനക്ക് മക്കൾ ഉണ്ടാകാതിരുന്നപ്പോഴാണോ? മക്കൾ ഉണ്ടായപ്പോൾ മക്കൾ നിന്നെ ത്യജിച്ചു കഴിഞ്ഞപ്പോഴാണോ? ഏതവസ്ഥയിലാണ് ദൈവം നിന്നെ സെലക്ട് ചെയ്തത്? എന്തിനാണെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 15:16 പറയുന്നു, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുകയും നിങ്ങളുടെ ഫലം നിലനിൽക്കുകയും അങ്ങനെ നിങ്ങൾ എന്റെ നാമത്തെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ലഭിക്കും. കണ്ടോ, അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയും എന്തും ലഭിക്കും. പക്ഷെ നമുക്ക് സമയമില്ല, നമുക്ക് സോമി കയറാൻ സമയമില്ല, വചനം കേൾക്കാൻ സമയമില്ല. ദൈവം ഇങ്ങോട്ട് തന്നേരെ തന്ന് അവിടുന്ന് മേടിച്ച് മുഴുവൻ ദൈവത്തിന് കടപ്പെട്ടിരിക്കുക. കടം കയറി ആർക്കാണ്? ദൈവത്തിനാണ്. ഏറ്റവും കൂടുതൽ കടക്കാരൻ ദൈവമാണ്. ഞാൻ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്.
എല്ലാം ചോദിച്ചു മേടിച്ച് കൊണ്ടുപോയി നീ എന്തെങ്കിലും പകരം കൊടുത്തോ? അതുകൊണ്ടാണ് സങ്കീർത്തനം ചോദിക്കുന്നത്, ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ഉപകാരങ്ങളെ പ്രതി ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ എന്ത് പകരം കൊടുക്കും? അതാണ് അവിടെ ചോദിക്കുന്നത്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? എന്ത് പകരം കൊടുക്കും? പറ. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഒന്നുമില്ല നമ്മുടെ കൊടുക്കാൻ, ഒന്നുമില്ല നമ്മുടെ കൊടുക്കാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ പകരം കൊടുക്കാൻ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. ഞാനത് കൊടുക്കുമ്പോൾ എന്നെ ദൈവം അനുഗ്രഹിക്കും. നമുക്കറിയാം, 1 ശമൂവേല് 16-ാം അധ്യായത്തില് 7 മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ ദൈവം ഒരു ഭവനത്തിൽ ചെന്നിട്ട് തെരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. നമുക്കറിയാം, 7 പേരെയും കൊണ്ടുവന്നു. ആ 7 പേരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ലെന്നാ പറഞ്ഞത്. ഇനി മക്കളുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ദാവീദ് എന്ന് പറയുന്ന ഒരുവനുണ്ട്. കാര്യം അവിടുത്തെ 1 ശമൂവേൽ 16:7 പറയുന്നുണ്ട്, ദൈവം ഭാഗ്യമായിട്ട് നോക്കിയിട്ടില്ല മനുഷ്യനെ അറിയുന്നത്, ദൈവം ഹൃദയങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. അങ്ങനെ ശോധന ചെയ്ത് വന്നപ്പോ 7 പേരും നമുക്കുള്ളതല്ല, അവരെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് 10-ാമത്തെ വചനം. എന്നാ 12-ാമത്തെ വചനം പറഞ്ഞു, അവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തേക്കുന്നത്, അവനെ അഭിഷേകം ചെയ്യാൻ ശമൂവേലിന് പറയുന്നു. അപ്പൊ 1 ശമൂവേൽ 16-ാം 7 മുതൽ അങ്ങോട്ട് വായിക്കുന്നു, 12 വരെ വായിക്കുമ്പോൾ ദൈവം പ്രത്യേകം തെരഞ്ഞെടുക്കുകയാണ്. അതുപോലെ ന്യായാധിപന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ 2 മുതൽ 7 വരെ വായിക്കുമ്പോൾ ഗിദെയോന് യുദ്ധം ചെയ്യാൻ, ശത്രുസൈന്യത്തോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഗിദെയോൻ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ഏകദേശം നമുക്കറിയാം 32,000 പേരുണ്ടായിരുന്നു. 32,000 പേരെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം ദൈവം അവനോട് പറഞ്ഞു, ഇത്രയും പേരെയും കൊണ്ട് നീ യുദ്ധം ചെയ്ത് നീ ജയിച്ചാൽ, ഞാൻ നിന്നെ ജയിപ്പിച്ചാൽ നിങ്ങൾ വീമ്പടിക്കും. അതാണ് ആ ന്യായാധിപൻ 7:2 തൊട്ട് വായിക്കുമ്പോൾ, നീ വീമ്പടിക്കും, ഞങ്ങൾ ഒരുമിച്ച് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഭയമുള്ളവരെല്ലാം വീട്ടിലേക്ക് പോട്ടെന്ന് പറഞ്ഞു. ഒറ്റയടി, ഭയമുള്ളവനെല്ലാം വീട്ടിലേക്ക് പോട്ടെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ഭയമുള്ളവരെല്ലാം വീട്ടിലേക്ക് പോട്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ പോക്ക് എത്രയാണെന്ന്? 22,000 പേർ. അതായത് 22,000 പേർ തിരിച്ചുപോയി. 10,000 പേര് ശേഷം 32,000 പേരുള്ളതിൽ 32,000 ഉള്ളതില് 22,000 പേർ, 22,000 ആൾക്കാരെ പേടിയുള്ള ഒരു പൊക്കോളം പറഞ്ഞു. അവര് 22,000 പേര് പോയി. ബാക്കി മിച്ചം വന്ന 10,000 പേര്. ആ 10,000 പേരെ കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവരും അധികമാണ്. അതുകൊണ്ട് അവരെ ഞാൻ പറയുന്ന പോലെ ശരി, അവരെ ജലത്തിന്റെ അരികിലേക്ക്, നദീതീരത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പറയാണ് 5-ാമത്തെ വചനം, ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നായെ പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. ദൈവം തെരഞ്ഞെടുക്കുന്ന കണ്ടോ? ദൈവത്തിന്റെ മക്കളെ ദൈവം തെരഞ്ഞെടുക്കുന്നത് നോക്കണം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദൈവം തെരഞ്ഞെടുക്കുന്ന ആ രീതികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ പറയുകയാണ്, കയ്യിൽ കോരി വായോടടുപ്പിച്ച് കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. കയ്യിൽ കോരി വായോടടുപ്പിച്ച് കുടിച്ചവർ 300 പേരെ ഉള്ളായിരുന്നു. 32,000 ആൾക്കാർ കടന്നു വന്നപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത വെറും 300 പേരെ. എന്നിട്ട് അവരെ കൊണ്ടല്ല ദൈവം അവിടെ യുദ്ധം ചെയ്തത്, ദൈവം അവർക്ക് വേണ്ടി ദൈവം ചെയ്തെന്നാ പറഞ്ഞത്. അതാണ് അതിൻ്റെ അകത്ത്. അതുപോലെ ഏലീശ പ്രവാചകന് ഒരു വചനം എന്നുണ്ട്. ഏലീശ പ്രവാചകന് അതൊന്ന് കേൾക്കേണ്ടതാ പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വിളിയും ദൈവത്തിന്റെ നിയോഗങ്ങളൊക്കെ മനസ്സിലാക്കി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കുടുംബജീവിതം ഭദ്രമായിരിക്കും. എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയപ്രദമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നിന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ആ വിളിയും ദൈവം നിന്നെ പരമേൽപ്പിച്ചേക്കുന്ന നിയോഗങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അല്ലലില്ലാതെ, യാതൊരു വിഷമമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടേതായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ദൈവത്തിന്റെ പദ്ധതികളെ എടുത്ത് തകിടം മറിച്ച് നമ്മുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി നിങ്ങളും ജീവിക്കുമ്പോൾ അവിടെ പട്ടിണി, ദാരിദ്ര്യം, സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരെ പോലെയായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളും പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ദൈവം വിളിക്കുകയാണ്.
തിരിച്ചു വരാം. ദൈവം പറയാണ്, തിരിച്ചു വരാൻ ഞാൻ നിനക്കൊരു അവസരം തരികയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതം, നിന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതം, നിന്റെ മക്കളുമൊത്തുള്ള ജീവിതം, ദൈവം കുടുംബജീവിത വിളിയാണ് വിളിച്ചെങ്കിൽ ആ കുടുംബജീവിതത്തിൽ നീ എപ്രകാരമായിരിക്കണമെന്ന് ദൈവത്തിന് നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗം ഇതിനു മുമ്പ് നമ്മുടെ പൗലോസ് ബ്രദറിൽ കൂടെയും സി കെ പോൾ ബ്രദറിൽ കൂടെയും അത് വ്യക്തമാക്കി തന്നു. ചെറിയ പോയിന്റുകളാണേലും വ്യക്തമാക്കി തന്നു. എന്താണ്? നമ്മുടെ കുറവുകളെ മറ്റുള്ളവരെ അറിയാൻ പാടില്ല. എന്റെ ഭാര്യയുടെ കുറവുകൾ എൻ്റെ മക്കൾ പോലും അറിയരുത്. എൻ്റെ ഭർത്താവിന്റെ കുറവ് എൻ്റെ മക്കൾ പോലും അറിയാതെ അതിനെ രഹസ്യമായിട്ട് സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കുന്നതാണ് നിന്റെ നിയോഗം. ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും ആ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞ് അവനെ വെറുപ്പിച്ച് അവരിൽ നിന്ന് അകൽച്ച സമ്പാദിക്കുന്നതല്ല യഥാർത്ഥ ഭാര്യ, മക്കളെ അറിയിക്കുന്ന ഭാര്യ. ഇനിയും ഭർത്താവിനെ ഒറ്റപ്പെടുത്തി മക്കളോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യമാരുണ്ട്. അമ്മമാരെ മക്കളോട് ചേർന്ന് നിന്ന് സ്വന്തം ഭർത്താവിനെ ഒറ്റപ്പെടുത്തുക ഞാൻ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ആ കുടുംബമൊക്കെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതുപോലെ അപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ രണ്ട് സൈഡും മക്കൾ നിന്നുകൊണ്ട് രണ്ടുപേരെയും ചൂഷണം ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. ഇതൊന്നും വരാതിരിക്കാൻ എല്ലാവരും ഒരുമയോടെ ഒരേ അഭിപ്രായത്തിൽ ഒരേ ഐക്യത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിളിയും നിയോഗവും പൂർത്തീകരിക്കപ്പെടുന്നത്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അവിടെ ആർക്കും തുഴഞ്ഞു കയറാൻ പറ്റില്ല. ഒരു ദുഷ്ടനെയും ദൈവം കേറ്റത്തില്ല. കാര്യം കർത്താവ് അവന് വേലി കെട്ടി സംരക്ഷണം കൊടുത്തു, ജോബിനെ പോലെ. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, എവിടെയാണ് നമുക്ക് വീഴ്ച വന്നത്? ദൈവം തെരഞ്ഞെടുത്ത മക്കളാണ്. മറ്റെല്ലാ ജനതയേക്കാൾ, ഹിന്ദു മുസ്ലിം ആരും ആയിക്കോട്ടെ, എല്ലാ ജനതയേക്കാൾ നിങ്ങളെ മാത്രമാണ് ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തെന്ന് ആമോസ് എന്റെ പ്രവാചകൻ 3-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കഷ്ടപ്പാടിന് ഒരു അറുതിയില്ലാതെ വന്നുകൊണ്ടിരിക്കുക. കാര്യം ദൈവം സന്താനപക്ഷി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സന്താനങ്ങളില്ല. പരസ്പരം സ്നേഹിച്ച് കഴിയണമെന്ന് പറഞ്ഞ സ്നേഹമില്ല. പരസ്പരം വിശ്വസ്തത പുലർത്തണമെന്ന് വിശ്വസ്തതയില്ല. ഒന്നുമില്ല എന്നാ പറയുന്നത്. എല്ലാം നഷ്ടപ്പെടുത്തി. ഇനിയോ ഭർത്താവിന്റെ കുറവുകൾ വീട്ടുകാരെ മുഴുവൻ ഭാര്യ അറിയിക്കും. ഭാര്യയുടെ കുറവുകൾ ഭർത്താവിന്റെ വീട്ടുകാരെയും അറിയിക്കും. മക്കളോ മാതാപിതാക്കളുടെ കുറവുകൾ പറഞ്ഞു നടക്കും. മാതാപിതാക്കളോട് തന്നെ എടുത്തു പറയുന്ന മക്കളുണ്ട്. താൻ തോന്നികളെന്ന് പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വിളിയും നിയോഗം എന്തെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ആരും നിന്നെ കുറ്റപ്പെടുത്തത്തില്ല. അതാണല്ലോ നമ്മുടെ തീം. റോമ 8:33. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഭാര്യ കുറ്റം ആരോപിക്കത്തില്ല, ഭർത്താവ് കുറ്റം ആരോപിക്കത്തില്ല, മക്കള് കുറ്റം ആരോപിക്കത്തില്ല. ആരും നിന്നെ കുറ്റം വിധിക്കത്തില്ല. കാര്യം കുറ്റം വിധിക്കുന്നത് ദൈവമാണ്. നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തമ്പുരാന് ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിതം നയിച്ചാൽ നിശ്ചയമായിട്ടും എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇനി നിന്നെ അനുഗ്രഹിക്കാം. വിലകെട്ടവ പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്നെ ഞാൻ പുനരുദ്ധരിക്കാം, നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരാം. അതുകൊണ്ട് ദൈവമക്കളായിട്ട് ജീവിക്കാനായിട്ട് തുനിന്നൊക്കെ അനുഗ്രഹം നദി പോലെ ഒഴുകും. ദൈവത്തിന്റെ വിളിയും നിയോഗം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ഞാനും നിങ്ങളും പാത്രമാകുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കുറവ്, എൻ്റെ മക്കളുടെ കുറവ്, എൻ്റെ മരുമക്കളുടെ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് പരദൂഷണമാക്കി ആ കുടുംബത്തെ ശാപത്തിന്റെ മേൽ ശാപം വരുത്താതെ, നെഗറ്റീവ് എനർജി, തിന്മയുടെ ആസക്തി ആ ഭവനത്തിൽ വരാതെ നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. ആര് വന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. കാര്യം നല്ലൊരു കുടുംബം സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബത്തില് വെളിയിൽ നിന്ന് ആര് വന്ന് പറഞ്ഞാലും ആ കുടുംബത്തിന് വിള്ളലേക്കത്തില്ല. കാര്യം ഒരാളെ നല്ല പോലെ അറിയാം. ഒരാളുടെ മറ്റുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അതിനിടയിൽ വേറൊരുത്തം വന്ന് കലക്കാൻ വന്നാല് അവൻ വെളിയിൽ പോവും. അതാണ് ഐക്യമുള്ള കുടുംബം, ഒരുമയുള്ള കുടുംബം. ശക്തം. ഒരു ദുഷ്ടനും നുഴഞ്ഞു കയറാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ സേവിച്ചവര്, കഴിഞ്ഞ സന്ദേശം കേട്ടവര്, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പോകുന്നത് പരസ്പര സ്നേഹമില്ലായ്മയാണ്. പരസ്പരം കുറവുകളെ മാനിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തില്
ഇന്ന് ശ്രമിച്ചവരെല്ലാം ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇത് കേട്ടുകൊണ്ട് ഇതനുസരിച്ച് ജീവിക്കണം. നാളെ നമ്മുടെ സൂമില് ധ്യാനമുണ്ട്. 9-ാം തീയതി നമ്മുടെ IMS-ലുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി കിടഞ്ഞു പരിശ്രമിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. പരസ്പര സ്നേഹമില്ല, കുടുംബ കലഹങ്ങളെ, കുടുംബ തകർച്ചകളെ കൂടിക്കൂടി വരികയാണ്. വിശ്വാസം ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിശ്വാസത്തെ വളരണമെങ്കിൽ കൂടെ കൂടെ ധ്യാനം കൂടുകയും ദൈവവചനങ്ങളെ കേൾക്കാനായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് കേൾക്കാൻ ഇങ്ങനെ അവസരം കിട്ടുന്ന സൂം മീറ്റിങ്ങില് ഒരിക്കലും പിന്നിലേക്ക് പോകാതെ അതിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ